കാലചക്രത്തിന്റെ പ്രയാണത്തിൽ ഓരോ മാസവും ഓരോ നക്ഷത്ര ജാതർക്കും പുതിയ പാഠങ്ങളും അനുഭവങ്ങളുമാണ് സമ്മാനിക്കുന്നത്. 2026 എന്ന വർഷം ലോകഗതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കുറിക്കുന്ന ഒന്നായിരിക്കുമ്പോൾ 2026 ഏപ്രിൽ മാസം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർക്കടകക്കൂറിൽ ഉൾപ്പെടുന്ന ബുധന്റെ ആധിപത്യത്തിലുള്ള ആയില്യം നക്ഷത്രക്കാർ എപ്പോഴും തങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടും കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുകൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്നവരാണ്. ഏപ്രിൽ മാസം നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ വലിയ പരീക്ഷണങ്ങൾക്കും അതേസമയം വലിയ നേട്ടങ്ങൾക്കും വഴിതെളിക്കാൻ പോവുകയാണ്. ആയില്യം നക്ഷത്രക്കാരെ നാം സർപ്പനക്ഷത്രം എന്നാണ് വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. സർപ്പത്തെ പോലെ തന്നെ അതീവ ജാഗ്രതയുള്ളവരും തങ്ങളെ വിശ്വസിക്കുന്നവരെ സംരക്ഷിക്കുന്നവരും എന്നാൽ ചതിക്കുന്നവരോട് വിട്ടുവീഴ്ചയില്ലാത്തവരുമാണ് ഇവർ. 2026 ഏപ്രിൽ മാസം നിങ്ങളുടെ ജീവിതത്തിലെ മഞ്ഞുമൂടിക്കിടന്ന പല സത്യങ്ങളും വെളിച്ചത്ത് വരാൻ പോകുന്നു. തൊഴിൽ രംഗത്തായാലും വ്യക്തി ജീവിതത്തിലായാലും ഒരു പുനർചിന്തനത്തിന് പ്രകൃതി നിങ്ങളെ നിർബന്ധിക്കുന്ന ഒരു മാസമാണിത്. പലപ്പോഴും ആയില്യം നക്ഷത്രക്കാർ തങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്നവരാണ്. ഈ രഹസ്യാത്മകത പലപ്പോഴും നിങ്ങൾക്ക് ഗുണകരമാകാറുണ്ടെങ്കിലും ഈ മാസം ചിലയിടങ്ങളിൽ തുറന്ന സംസാരം ആവശ്യമായി വരും. മൗനം വിദ്വാനുഭൂഷണം എന്ന തത്വം എപ്പോഴും പക്കൽ വെക്കുന്ന നിങ്ങൾ എവിടെ സംസാരിക്കണം എവിടെ മിണ്ടാതിരിക്കണമെന്ന് കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു സന്ധിയാണിത്. ഒരു വശത്ത് വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ മറുവശത്ത് നിങ്ങളുടെ കരിയറിലും സാമ്പത്തിക നിലയിലും പുതിയ വാതിലുകൾ തുറക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ചില മാനസിക വിഷമതകൾക്ക് ഒരു ശമനമുണ്ടാകും. പഴയ കാലത്തെ ചില നിക്ഷേപങ്ങൾ ഈ മാസം നിങ്ങൾക്ക് ലാഭവിഹിതം നൽകിയേക്കാം. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഇതുവരെ നിലനിന്നിരുന്ന ചില അസ്വാരസ്യങ്ങൾ പതുക്കെ അലിഞ്ഞു പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആരോഗ്യകാര്യത്തിൽ അല്പം പോലും അലംഭാവം കാണിക്കരുത് എന്ന ശക്തമായ മുന്നറിയിപ്പും ഈ മാസം നൽകുന്നുണ്ട്. ഒരു നക്ഷത്രഫലം എന്നത് കേവലം ഒരു പ്രവചനമല്ല, അത് വരാനിരിക്കുന്ന സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരു വഴികാട്ട് കൂടിയാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ തനതായ ബുദ്ധിശക്തിയും ഈശ്വര വിശ്വാസവും കൈമുതലാക്കി എങ്ങനെ ഈ മാസത്തെ വെല്ലുവിളികളെ അതിജീവിക്കാമെന്നും ഭാഗ്യാനുഭവങ്ങളെ എങ്ങനെ ഇരട്ടിയാക്കാമെന്നും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആത്മീയതയും ഭൗതികതയും ഒരുപോലെ സമന്വയിപ്പിക്കേണ്ട ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത എപ്രകാരമായിരിക്കും? ദാമ്പത്യ ജീവിതത്തിലെ മധുരവും കയ്പും എന്തൊക്കെയായിരിക്കും? ഇങ്ങനെ ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ എല്ലാ സുപ്രധാന മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള വിശദമായ ബലപ്രവചനത്തിലേക്ക് നമുക്ക് കടക്കാം. മാനസികമായ ഒരുതരം അസ്വസ്ഥത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പ്രയാസപ്പെടും. എങ്കിലും ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ പകുതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമായി വരും. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാനോ അല്ലെങ്കിൽ അതിനായുള്ള ചർച്ചകൾ ആരംഭിക്കാനോ സാധ്യതയുണ്ട്. ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമാകും. വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ടാക്കാൻ കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നുള്ള പിന്തുണ കുറയാൻ സാധ്യതയുള്ളതിനാൽ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ കൃത്യസമയത്ത് തീർക്കാൻ ശ്രദ്ധിക്കണം. മേലുദ്യോഗസ്ഥരുമായി തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. സ്ഥാനക്കയറ്റത്തിന് കാത്തിരിക്കുന്നവർക്ക് അല്പം കൂടി ക്ഷമ കാണിക്കേണ്ടി വരും. മാസത്തിന്റെ അവസാന വാരത്തിൽ പുതിയ ചില അവസരങ്ങൾ തേടിയെത്താം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ മുതൽ മുടക്കുകൾക്ക് അനുയോജ്യമല്ല. നിലവിലുള്ള ബിസിനസ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഉചിതം. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. പുതിയ കരാറുകൾ ഒപ്പിടുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിക്കുക. വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ നേരിടാമെങ്കിലും അവ പരിഹരിക്കപ്പെടും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാം. നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥാനമാറ്റമോ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ദേഷ്യം നിയന്ത്രിക്കുന്നതും സൗമ്യമായി സംസാരിക്കുന്നതും ജോലിസ്ഥലത്തെ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ സഹായിക്കും. അമിതമായ ചെലവുകൾ നിയന്ത്രിക്കേണ്ടി വരും. സ്ഥിരമായ വരുമാനത്തിന് പുറമെ ചില അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. പഴയ കുടിശ്ശികകൾ പിരിഞ്ഞു കിട്ടുന്നത് ആശ്വാസമാകും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾക്കായി പണം ചെലവാക്കേണ്ടി വന്നേക്കാം. വീട് അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം മാറ്റിവെക്കേണ്ടി വരും. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് ഈ മാസം അത്ര ശുഭകരമല്ല. വസ്തുവോ ഭൂമിയോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ കൃത്യമായ രേഖകൾ പരിശോധിച്ച് മാത്രം മുന്നോട്ട് പോവുക. സ്വർണത്തിലോ സ്ഥിര നിക്ഷേപത്തിലോ ഉള്ള നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകും. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ മാസം പരമാവധി ഒഴിവാക്കുക. പണമിടപാടുകളിൽ വിശ്വസ്തരായവരോട് മാത്രം കാര്യങ്ങൾ പങ്കുവെക്കുക. കുടുംബജീവിതത്തിൽ ഈ മാസം സന്തോഷവും സമാധാനവും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ദമ്പതികൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വലുതാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ദമ്പതികൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കും. ഒരുമിച്ച് യാത്രകൾ പോകാൻ അവസരം ലഭിക്കും. കുട്ടികളുടെ പഠനകാര്യത്തിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ നൽകണം. അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഈ മാസം മികച്ച ഫലം പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങൾക്ക് വലിയ കരുത്താകും. അവരുടെ ആരോഗ്യസ്ഥിതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക.
കുടുംബത്തിലെ മുതിർന്നവരുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണകരമാകും. സഹോദരങ്ങളുമായി ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. കുടുംബസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കണം. ആയില്യം നക്ഷത്രക്കാർ പൊതുവെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. ഈ മാസം നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ആത്മീയ ചിന്തകൾ സഹായിക്കും. ദിവസവും രാവിലെ അല്പനേരം ധ്യാനിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ഇഷ്ടദേവതാ പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക. കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തുന്നത് മനസ്സിന് പോസിറ്റീവ് ഊർജം നൽകും. സർപ്പപ്രീതിക്കായി പ്രത്യേക പൂജകളോ വഴിപാടുകളോ ചെയ്യുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് എന്നും ഗുണകരമാണ്. പൗർണമി ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നത് മാനസികമായ ഉണർവ് നൽകും. മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആത്മസംതൃപ്തി നൽകും. അന്നദാനമോ അല്ലെങ്കിൽ അശരണരെ സഹായിക്കുന്നതോ ആയ കാര്യങ്ങളിൽ പങ്കാളികളാകുന്നത് ഗുണകരമാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം അല്പം ജാഗ്രത പാലിക്കണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം വേണം. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. സന്ധിവേദനയോ പേശിവേദനയോ അലട്ടാൻ സാധ്യതയുണ്ട്. കൃത്യമായ വ്യായാമം ശീലമാക്കുക. അമിതമായ ചിന്തകൾ കാരണം ഉറക്കമില്ലായ്മ നേരിടാം. യോഗയും പ്രാണായാമവും ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. നെഗറ്റീവ് ചിന്താഗതിയുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനം ആവശ്യമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിട്ടേക്കാം. വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാം. സാങ്കേതിക മേഖലയിൽ പഠിക്കുന്നവർക്ക് പ്രായോഗിക പരിശീലനത്തിന് നല്ല അവസരങ്ങൾ ലഭിക്കും. PSC പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ സമയം പഠനത്തിനായി നീക്കിവെക്കേണ്ടി വരും. ഏകാഗ്രതയോടെയുള്ള പഠനം വിജയത്തിലേക്ക് നയിക്കും. വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിന്റെ പകുതിക്ക് ശേഷം നല്ല സമയം നോക്കി വാങ്ങുക. വീട് പണി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നവർക്ക് സാമ്പത്തിക ഭദ്രത ഒരു തടസ്സമാകില്ല. സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുമെങ്കിലും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാതിരിക്കുക. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. നിയമപരമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഈ മാസം ചെറിയ പുരോഗതി ഉണ്ടാകാം. എന്നാൽ പുതിയ കേസുകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആയില്യം നക്ഷത്രക്കാരുടെ പ്രധാന ആയുധം അവരുടെ സംസാരമാണ്. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും ക്ഷമയും സഹനവും ആവശ്യമാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കും. നിങ്ങളുടെ പദ്ധതികൾ മറ്റുള്ളവരോട് മുൻകൂട്ടി പറയുന്നത് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. കാര്യങ്ങൾ നടപ്പിലാക്കിയ ശേഷം മാത്രം വെളിപ്പെടുത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുക. സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ബുധന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. സാധ്യമാണെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക. 2026 ഏപ്രിൽ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് പരീക്ഷണങ്ങളുടെയും അതിജീവനത്തിന്റെയും കാലമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും തൊഴിലിടങ്ങളിൽ ക്ഷമയോടെ പെരുമാറുകയും ചെയ്താൽ ദോഷഫലങ്ങൾ കുറയ്ക്കാം. കുടുംബ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ആത്മീയമായ ചിട്ടകൾ പാലിക്കുന്നത് മനസ്സിനെ സമാധാനത്തോടെ നിലനിർത്താൻ സഹായിക്കും. കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും ഉണ്ടെങ്കിൽ ഈ മാസത്തെ പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും.